എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാവട്ടെ. സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ഒരു ജോലിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സൗദി അറേബ്യയിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. GCC ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഈ മാസം ലാസ്റ്റ് ആണ് ഈ ഒരു ഇന്റർവ്യൂ വരുന്നത്. അപ്പോൾ ഈ ഒരു ജോലിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. വിശദമായിട്ട് തന്നെ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ശ്രദ്ധയോടെ എല്ലാം കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ CV, പാസ്പോർട്ടിന്റെ കോപ്പി, ലൈസൻസിന്റെ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും ഡോക്യുമെന്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു PDF ഫോർമാറ്റ് ആക്കിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് അയച്ചു തരിക. എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കണം അയച്ചു തരേണ്ടത്, വേറെ വേറെ അല്ല. ശേഷം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഈ മാസം 26-ാം തീയതിയാണ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. മലപ്പുറത്ത് വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ടാക്സി ഡ്രൈവർ വേക്കൻസിയെ കുറിച്ച്. സൗദി അറേബ്യയിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. മക്കയിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. മെഗാ റിക്രൂട്ട്മെന്റ് ആണ്. 100-ലധികം പേരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 100-ലധികം പേരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത്. GCC ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും, അതായത് നിങ്ങളുടെ കയ്യിൽ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിലേക്ക് കുറെ നിർദ്ദേശങ്ങളുണ്ട്, അതെല്ലാം മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് പറയാം. നിങ്ങളുടെ കയ്യിൽ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്, യാതൊരു കുഴപ്പമില്ല. എന്നാൽ നിങ്ങളുടെ കയ്യിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിയണം. കൂടാതെ നിങ്ങൾക്ക് ടാക്സി ഡ്രൈവറായിട്ട് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ഇനി ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ CVയിൽ നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. 2-3 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ CV തന്നെയായിരിക്കണം. വെറുതെ എക്സ്പീരിയൻസ് എനിക്ക് ടാക്സി ഡ്രൈവറായിട്ട് 3 വർഷം ഉണ്ടെന്ന് കാണിച്ചാൽ മാത്രം പോരാ, അതിന്റെ ഡിസ്ക്രിപ്ഷനും അതേപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള സ്കിൽസും കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ CV ഇല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു CV ചെയ്തു തരുന്നതായിരിക്കും. അല്ല, നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു CV ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാ ഡോക്യുമെന്റ്സും എല്ലാം കൂടി ഒരുമിച്ച് ഒരു PDF ഫോർമാറ്റ് ആക്കി അയച്ചു തരിക. അപ്പോൾ ഇതാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യം. ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, മികച്ച സാലറിയും മികച്ച കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാലറിയും കമ്മീഷൻ അടക്കം നിങ്ങൾക്ക് ഒരു മാസം മിനിമം 2800 മുതൽ 4600 സൗദി റിയാൽ വരെ ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം 60,000 to 1,00,000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സാലറി കാര്യങ്ങൾ പറഞ്ഞു. ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. 8 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക. വീക്കിലി 6 ദിവസം മാത്രമേ വർക്ക് ഉണ്ടാവുകയുള്ളൂ. ഒരു ദിവസം ഓഫ് ഉണ്ടായിരിക്കും. 2 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ 2 വർഷം വർക്ക് ചെയ്ത് നിങ്ങൾ ഈ നാട്ടിലേക്ക് ലീവിന് പോവുകയാണെങ്കിൽ 42 ദിവസത്തെ ലീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 21-നും 40-നും ഇടയിലായിരിക്കും നിങ്ങളുടെ പ്രായം. ഓർക്കുക, ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും 21-നും 40-നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, അത്യാവശ്യമെങ്കിലും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളെ മാത്രമേ ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ. ക്ലയന്റ് ഇന്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത്. ഈ മാസം 26-ാം തീയതിയാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. മലപ്പുറത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ടാക്സി ഡ്രൈവർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി അഥവാ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ CVയിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. GCC ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ടാക്സി ഡ്രൈവർ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല, ലൈസൻസ് ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് സർവീസ് ചാർജ് എത്രയായിരിക്കും എന്നതായിരിക്കും അല്ലെ. സർവീസ് ചാർജിന്റെ കാര്യങ്ങളെല്ലാം ക്ലയന്റ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അതായത് ക്ലയന്റ് ഇന്റർവ്യൂ സമയത്ത് അവർ നിങ്ങളോട് ഡയറക്റ്റ് പറയുന്നതാണ് എത്രയാണ് ഇതിലേക്ക് പോകാനുള്ള എക്സ്പെൻസ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഒരു ചെലവ് പോകാനുള്ള ചെലവ് ആയിരിക്കില്ല മറ്റേതെങ്കിലും ഗൾഫ് രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക്. ആ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കുള്ള ചെലവായിരിക്കില്ല ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചെലവുകളായിരിക്കും ഓരോ കാറ്റഗറിയിലുള്ളവർക്ക് ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്റർവ്യൂ സമയത്ത് ക്ലയന്റ് ആയിരിക്കും നിങ്ങളോട് പറയുക. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ മുകളിൽ കാണുന്ന 9539128062 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ CV, പാസ്പോർട്ടിന്റെ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലൈസൻസിന്റെ കോപ്പി, ഇത്രയും ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു PDF ഫോർമാറ്റ് ആക്കിയിട്ട് എനിക്ക് അയച്ചു തരിക. വേറെ വേറെ അല്ല, സെപ്പറേറ്റ് ആയിട്ടല്ല, എല്ലാം കൂടെ ഒരുമിച്ച് സ്കാൻ ചെയ്ത് ഒരുമിച്ച് ഒരു PDF ഫോർമാറ്റിലായിട്ട് എനിക്ക് അയച്ചു തരിക. അത് മാത്രം അയച്ചു തന്നിട്ട് ആ പോക്കൊണ്ട് പോവരുത്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ജോലി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. സൗദി ടാക്സി ഡ്രൈവർ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് വഴി അറിയിക്കുന്നതായിരിക്കും.